അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പ്രൈമറി കീനെ വെച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ 15 മിനിറ്റ്സ് സ്ലൈഡ് ആയതുകൊണ്ട് അത് എത്ര വരെ പറയാൻ വേണ്ടി പറ്റുള്ളൂ. 15 മിനിറ്റ്സ് കഴിഞ്ഞത് ഓട്ടോമാറ്റിക്കായിട്ടും ക്ലോസ് ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് എന്താ പറഞ്ഞിട്ടുണ്ടായ പ്രൈമറി കീ സെറ്റ് ചെയ്യുന്നതിനെ പറ്റിയാണ് അല്ലേ. അപ്പോൾ ക്രിയേറ്റ് ടേബിൾ പേഴ്സൺസ്, ഇപ്പോൾ ഐ ഡി ഇൻറ്റ് നോട്ട് നൾ. അപ്പം ഐ ഡി ഒരിക്കലും നള്ളാവാൻ വേണ്ടി പാടില്ല. നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്രൈമറി കീ വാല്യൂസ് നൾ വാല്യൂ ആക്സസ് ചെയ്യാൻ വേണ്ടി പാടില്ല പറഞ്ഞിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് നെയിം കൊടുത്തിട്ടുണ്ട്, നോട്ട് നൾ ആയിരിക്കണം. ഫസ്റ്റ് നെയിം varchar of 255, അവിടെ നോട്ട് നൾ ക്യാരക്ടർ ഒന്നും കൊടുത്തിട്ടില്ല. ഏജ് ഇൻറ്റീജർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, അവിടെയും നോട്ട് നൾ ഒന്നും കൊടുക്കുന്നില്ല. പിന്നെ പ്രൈമറി കീ സെറ്റ് ചെയ്യാനുള്ള ഒരു വഴിയാണിത്. വേറെ വഴിയിൽ സെറ്റ് ചെയ്യാം, അത് കാണിച്ചു തരാം. അപ്പൊ എന്ത് ചെയ്യാം, ഈ ഐ ഡി ആണ് പ്രൈമറി കീ. ലാസ്റ്റ് എന്ത് കൊടുത്തു, കോമ ഇട്ടിട്ട് പ്രൈമറി കീ ഐ ഡി എന്ന് കൊടുത്തു. ഇങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രൈമറി കീ സെറ്റ് ചെയ്യാം. എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം, സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ആ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എന്നിട്ട് സെമിക്കോളൻ ഇടണം. അതൊരിക്കലും മറക്കാൻ വേണ്ടി പാടില്ല. പ്രൈമറി കീ ക്രിയേറ്റ് ചെയ്യാനുള്ള വേറൊരു വഴിയാണിത്. ഇവിടെ നോക്കാം, ക്രിയേറ്റ് ടേബിൾ പേഴ്സൺ ഐ ഡി ഇൻറ്റ് നോട്ട് നൾ. അതിന്റെ കൂടെ തന്നെ എന്ത് കൊടുത്തു, ഐ ഡി ആണ് പ്രൈമറി കീ എന്നുള്ളത് അവിടെ തന്നെ കൊടുത്തു. നേരത്തെ നമ്മൾ ലാസ്റ്റ് കോമയിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ഇവിടെ നോക്കുക നിങ്ങൾ, ഇവിടെ എന്ത് ചെയ്തു, ഐ ഡി ആണെന്നുണ്ടെങ്കിൽ ഐ ഡിന്റെ കൂടെ തന്നെ പ്രൈമറി കീന്ന് കൊടുക്കാം. ഇങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം, പ്രൈമറി കീ സെറ്റ് ചെയ്യാം. ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒന്നിൽ കൂടുതൽ വാല്യൂസിന്റെ കോമ്പിനേഷൻ നമുക്ക് എന്താക്കാൻ വേണ്ടി പറ്റുമെന്ന്, പ്രൈമറി കീ ആക്കാൻ വേണ്ടി പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ അത് വെച്ചിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. നോക്കുക, ക്രിയേറ്റ് ടേബിൾ പേഴ്സൺ ഐ ഡി ഇൻറ്റ് നോട്ട് നൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റ് നെയിം varchar of 255 നോട്ട് നൾ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്താ, ലാസ്റ്റ് ഏജ് വരെ കൊടുത്തു. ഇനി നോക്കുക നിങ്ങൾ, കൺസ്ട്രെയിൻഡ് പി കെ പേഴ്സൺ, ഇതാണ് നമ്മുടെ പ്രൈമറി കീന്റെ പേര്. പി കെ പേഴ്സൺ എന്ന് പറയുന്നതാണ് പ്രൈമറി കീന്റെ പേര്. അതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട് നോക്കുക, പ്രൈമറി കീ ബ്രാക്കറ്റിന്റെ അകത്ത് ഐ ഡി കോമ ലാസ്റ്റ് നെയിം, അതായത് ഐ ഡിന്റെയും ലാസ്റ്റ് നെയിമിന്റെയും കോമ്പിനേഷൻ ആണ് നിങ്ങളിവിടെ പ്രൈമറി കീ ആയിട്ട് എടുക്കുന്നത്. അപ്പൊ ഇവിടെ രണ്ട് വാല്യൂസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു പേര് വെച്ച് നമുക്ക് പ്രൈമറി കീനെ പറയാൻ വേണ്ടി പറ്റൂല. അതുകൊണ്ടാണ് ഇവിടെ എന്ത് കൊടുത്തത്, പി കെ പേഴ്സൺ എന്ന് പറഞ്ഞിട്ട് കൊടുത്തത്. അപ്പൊ ഇവിടെ പി കെ പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഡിയും ലാസ്റ്റ് നെയിം ചേർന്നിട്ടുള്ള ഒരു കോളമാണ്. അപ്പൊ ആ കോളത്തിനെയാണ് നമ്മൾ പി കെ പേഴ്സൺ എന്ന് പറയുന്നത്. അതായിരിക്കും നമ്മളുടെ പ്രൈമറി കീ. അങ്ങനെ 3 ടൈപ്പിൽ പ്രൈമറി കീ സെറ്റ് ചെയ്യാം. ഫസ്റ്റത്തേത് എല്ലാ കോളംസും ഡിഫൈൻ ചെയ്തതിനു ശേഷം ലാസ്റ്റ് നിങ്ങൾക്ക് പ്രൈമറി കീ ബ്രാക്കറ്റിൽ ഏതാ വാല്യൂ, ഐ ഡി ആയതുകൊണ്ട് ഐ ഡി എന്ന് കൊടുത്തു. അല്ലെങ്കിൽ കോളം നെയിം ഡിഫൈൻ ചെയ്യുമ്പോൾ തന്നെ ഇന്നതാണ് പ്രൈമറി കീ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഇനിയിപ്പോൾ 2 കോളംസിന്റെ കോമ്പിനേഷൻ ആണ് വരുന്നതെങ്കിൽ ഇതുപോലെയായിരിക്കും ഡിഫൈൻ ചെയ്യാം. ഓക്കെ, അപ്പൊ അടുത്ത സ്റ്റേറ്റ്മെന്റ് ആണ് ഓൾട്ടർ. നമ്മൾ ക്രിയേറ്റ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്, ഇനി പറയുന്നത് ഓൾട്ടർ ആണ്. ഓൾട്ടർ സ്റ്റേറ്റ്മെന്റിന്റെ അകത്ത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞത്, നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ടേബിൾസിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ടേബിൾസിന്റെ ഒക്കെ പുതിയ ഡാറ്റനെ ആഡ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ആഡ് കമാൻഡ് ആണ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഓൾട്ടർ ടേബിൾ, ടേബിളിന്റെ പേര്, ഏത് ടേബിളാണോ ഓൾട്ടർ ചെയ്യേണ്ടത് ആ ടേബിളിന്റെ പേര്. ഓൾട്ടർ ടേബിൾ അങ്ങനെ തന്നെ എഴുതേണ്ടതാണ്. അതുപോലെ തന്നെ ആഡും അങ്ങനെ തന്നെ എഴുതേണ്ടതാണ്. അപ്പോൾ ഓൾട്ടർ ടേബിൾ, ടേബിളിന്റെ പേര് കൊടുക്കാം. ആഡ് എന്ത് കോളമാണ് എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്യേണ്ടത്, ആ പുതിയതായിട്ട് ആഡ് ചെയ്യുന്ന കോളത്തിന്റെ ഏത് ഡാറ്റ ടൈപ്പാണ് കൊടുക്കേണ്ടത്, അതാണ് പറയുന്നത്. ഒരു ഓൾട്ടർ ടേബിൾ കസ്റ്റമേഴ്സ് എന്ന് പറയുന്ന ഒരു ടേബിളാണ് നമ്മൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ കസ്റ്റമേഴ്സ് ടേബിളിൽ ഒരു 4-5 കോളം ഉണ്ടെന്ന് വിചാരിക്കാം. അതിൻ്റെ അകത്ത് നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഇമെയിൽ എന്ന് പറയുന്ന ഒരു കോളം കൂടി ആഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇമെയിൽ എന്തായിരിക്കും, സ്ട്രിംഗ് ടൈപ്പ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഇമെയിലിന്റെ ഡാറ്റ ടൈപ്പ് എന്താ വരിക, varchar of 255 വേണ്ടാതെ നിങ്ങൾക്ക് എത്രയെങ്കിലും വാല്യൂ കൊടുക്കാം. അപ്പോൾ varchar നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, ഓൾട്ടർ ടേബിൾ ഏതാണോ ടേബിളിന്റെ പേര്, ആഡ് ഏത് കോളമാണോ ആഡ് ചെയ്യേണ്ടത് ആ പുതിയ കോളത്തിന്റെ ഡാറ്റ ടൈപ്പ്. അപ്പോൾ ഓൾട്ടർ ടേബിൾ വെച്ചിട്ട് ഇനി കോളത്തിനെ ഡ്രോപ്പ് ചെയ്യും. നമ്മളിപ്പം കോളത്തിനെ ആഡ് ചെയ്യുന്നതാണ് പറഞ്ഞത്. ഇനി ഒരു കോളം ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതാണ് നോക്കുക. ഓൾട്ടർ ടേബിൾ, ടേബിളിന്റെ പേര്, പിന്നെ ഡ്രോപ്പ് കോളം. നമ്മൾ ആഡ് എന്നാണ് നേരത്തെ കൊടുത്തത്, ഇവിടെ ഇപ്പോൾ ഡ്രോപ്പ് കോളം, കോളത്തിന്റെ പേര്. അപ്പോൾ ഇവിടെ നമ്മൾ ഇമെയിൽ എന്ന് പറയുന്ന സാധനം ആഡ് ചെയ്തിട്ടുണ്ട്. ഇമെയിലിന് നമുക്ക് ഡ്രോപ്പ് ചെയ്യണമെന്ന് ചോദിക്കാം, ആവശ്യമില്ല ഇമെയിൽ. അപ്പോൾ ഇമെയിലിനെ ഡ്രോപ്പ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഓൾട്ടർ ടേബിൾ കസ്റ്റമേഴ്സ് ഡ്രോപ്പ് കോളം ഇമെയിൽ. അപ്പോൾ നമുക്കറിയാം എല്ലാ ഡാറ്റാബേസും ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത കോളം ഡിലീറ്റ് ചെയ്യാനൊന്നും അലോ ചെയ്യില്ല.
ഇതാണ് സിൻടാക്സ് എന്ന് പഠിച്ചു വെച്ചാൽ മതി നിങ്ങൾ. ഓൾട്ടർ ടേബിൾ കസ്റ്റമർ എന്ന് പറയുന്ന ടേബിൾ ആണ് നമ്മൾ ഓൾട്ടർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഡ്രോപ്പ് ആണ്, നമുക്ക് കോളം ഡ്രോപ്പ് ചെയ്യേണ്ട കമാൻഡ് ഡ്രോപ്പ് കോളം ആണ്. ഏത് കോളമാണ് ഡ്രോപ്പ് ചെയ്യേണ്ടത്? ഇവിടെ നമ്മൾ ഡാറ്റ ടൈപ്പ് ഒന്നും പറയേണ്ട, കോളത്തിന്റെ പേര് മാത്രം പറഞ്ഞു കൊടുത്താൽ മതി. SQL ഡ്രോപ്പ് ടേബിൾ സ്റ്റേറ്റ്മെന്റിന്റെ സിൻടാക്സ് ആണ്. ഡ്രോപ്പ് ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേബിൾ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി. നേരത്തെ നമ്മളൊരു കോളം ഡ്രോപ്പ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ഇനി ടേബിൾ തന്നെ ഡ്രോപ്പ് ചെയ്യുക. അതായത് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് വെച്ചൊരു ടേബിൾ നമ്മുടെ ഡാറ്റാബേസിലാക്കാൻ ആവശ്യമില്ല. അപ്പം അങ്ങനെയുള്ള കേസിൽ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നു വിചാരിക്കാം. അപ്പോൾ നോക്കുക നിങ്ങൾ, ഡ്രോപ്പ് ടേബിൾ സ്റ്റേറ്റ്മെന്റിന്റെ സിൻടാക്സ് നോക്കുക. ഡ്രോപ്പ് ടേബിൾ, ടേബിളിന്റെ പേര് ഏത് പേരാണ്. ഇപ്പം നമുക്ക് കസ്റ്റമർ എന്ന് പറഞ്ഞ ടേബിൾ വേണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡ്രോപ്പ് ടേബിൾ കസ്റ്റമർ എന്ന് കൊടുക്കാം. അപ്പോൾ എക്സാമ്പിൾ നോക്കുക. ഡ്രോപ്പ് ടേബിൾ ഷിപ്പേഴ്സ് എന്ന് പറയുന്ന ഒരു ടേബിൾ നമ്മൾ എന്ത് ചെയ്തു, ഡിലീറ്റ് ചെയ്ത് കളയാണ്. അപ്പോൾ ഡ്രോപ്പ് ടേബിൾ ഷിപ്പേഴ്സ്. അപ്പോൾ എക്സാമ്പിൾ അതാണ്. ഇനി അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്ന വെച്ചാൽ ടേബിളിനെ ട്രങ്കേറ്റ് ചെയ്യാം. അപ്പോൾ ടേബിളിൻ്റെ അകത്തെ ഡാറ്റേനെയും അതിനെ അലോക്കേറ്റ് ചെയ്ത സ്പേസിനെയും കളയാൻ വേണ്ടിയിട്ടാണ് എന്ത്, ട്രങ്കേറ്റ് ടേബിൾ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ട്രങ്കേറ്റ് ടേബിൾ, ടേബിളിന്റെ പേര്. അപ്പോൾ നമുക്ക് ഷിപ്പേഴ്സിൻ്റെ അകത്തെ ഡാറ്റേനെ കളയാണ് വേണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ട്രങ്കേറ്റ് ടേബിൾ ഷിപ്പേഴ്സ് എന്ന് കൊടുത്താൽ മതി. ഓക്കെ. നമ്മൾ നേരത്തെ പറഞ്ഞത് DDL കമന്റ്സ് ആണ്, ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്. ഏതൊക്കെ പറഞ്ഞിട്ടുണ്ട്? ക്രിയേറ്റ് പറഞ്ഞിട്ടുണ്ട്, ഓൾട്ടർ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ഡ്രോപ്പ് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അത് ട്രങ്കേറ്റ് പറഞ്ഞിട്ടുണ്ട്. കൂടാണ്ട് റീനെയിം ഒക്കെ ഉണ്ടായിരുന്നു, അതൊന്നും നമുക്ക് ആവശ്യമില്ല ശരിക്കും. നമ്മളിപ്പം മെയിനായിട്ട് നിങ്ങൾ സിലബസ് ബേസ് ആയിട്ട് പറയുകയാണെങ്കിൽ 3 പഠിച്ചാൽ മതി. ക്രിയേറ്റും ഓൾട്ടറും ഡ്രോപ്പും പഠിച്ചാൽ മതി. ഇനി നെക്സ്റ്റ് ടൈപ്പ് വരുന്നതാണ് ഏതാ, DCL കമാൻഡ്, ഡാറ്റ കൺട്രോൾ ലാംഗ്വേജ് ആണ്. DCL, ഡാറ്റ കൺട്രോൾ ലാംഗ്വേജ്. അതിൻ്റെ അകത്ത് 2 എണ്ണമാണ് മെയിനായിട്ട് വരുന്നത്, ഗ്രാന്റ് അതുപോലെ തന്നെ റിവോക്ക്. അതായത് പ്രിവിലേജസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരാൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുള്ള അതോറിറ്റി കൊടുക്കുന്നു എന്നുള്ളതാണ് ഈ പ്രിവിലേജസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രിവിലേജസ് ഗ്രാന്റ് ചെയ്യാനും അതുപോലെ തന്നെ ഒരാളിൽ നിന്ന് പ്രിവിലേജസ് റിവോക്ക് ചെയ്യാനും ഉള്ള കമാൻഡ്സ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രാന്റ് എന്ന് പറയുന്നത് ഒരു ഡാറ്റാബേസ് യൂസർക്ക് എന്തെങ്കിലും പ്രിവിലേജ് കൊടുക്കാനുള്ള കമാൻഡാണ്. അപ്പോൾ സിൻടാക്സ് നോക്കുക. ഗ്രാന്റ് പ്രിവിലേജ് നെയിം, എന്ത് പ്രിവിലേജ് ആണോ നിങ്ങൾ കൊടുക്കാൻ പോകുന്നത് ആ പ്രിവിലേജ് നെയിം. ഓൺ ഒബ്ജക്റ്റ് നെയിം, ഏതിൻ്റെ മുകളിലാണ്, ഏത് ടേബിളിൻ്റെ മുകളിലാണ് അല്ലെങ്കിൽ ഏത് ഇതിൻ്റെ മുകളിലാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ് ഒബ്ജക്റ്റ് നെയിം. ടു യൂസർ നെയിം, ഏത് യൂസർക്കാണ്, അല്ലെങ്കിൽ പബ്ലിക്കിനാണോ അല്ലെങ്കിൽ റോൾ നെയിം, എങ്ങനെ ആർക്കാണ് നിങ്ങൾ ഇത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്, ഈ പ്രിവിലേജ് നിങ്ങളിപ്പോൾ ആർക്കാണ് കൊടുക്കാൻ വേണ്ടി പോകുന്നത്, അതാണ് സിൻടാക്സിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ പ്രിവിലേജ് നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാ പ്രിവിലേജും കൊടുക്കണോ, അതുപോലെ തന്നെ സെലക്ട് ചെയ്യാനുള്ള പ്രിവിലേജ് ആണോ കൊടുക്കേണ്ടത്, എക്സിക്യൂട്ട് ചെയ്യാനുള്ള പ്രിവിലേജ് ആണോ, അങ്ങനെയാണ് കൊടുക്കുന്നത്. ഓൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസേർട്ട് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും ഒക്കെ ഉള്ള പ്രിവിലേജ് ഉണ്ടാവും. എക്സിക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്വറീനെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള പ്രിവിലേജ് മാത്രമേ ഉണ്ടാവുള്ളൂ. സെലക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ സെലക്ട് ചെയ്യാനുള്ള പ്രിവിലേജും കൂടി ഉണ്ടാവും. അപ്പോൾ ഏതൊക്കെ പ്രിവിലേജ് ആണ് നിങ്ങൾ കൊടുക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ് പ്രിവിലേജസിൻ്റെ അകത്ത് പറയുന്നത്, പ്രിവിലേജ് നെയിമിൻ്റെ അകത്ത് പറയുന്നത്. പിന്നെ ഒബ്ജക്റ്റ് നെയിം, ഒബ്ജക്റ്റ് നെയിം എന്ന് പറയുന്നത് ടേബിൾ, നമ്മൾ ഇപ്പോൾ ടേബിൾ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. പിന്നെ അതല്ലാണ്ട് വ്യൂ ഉണ്ടാവും, നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വ്യൂ ഉണ്ടാവും, ആ വ്യൂവിൻ്റെ മുകളിൽ പ്രിവിലേജ് കൊടുക്കാം. പിന്നെ സ്റ്റോർഡ് പ്രൊസീജിയർ ഉണ്ടാവും, ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ച് എന്തെങ്കിലും ക്വറി ഉണ്ട്, അപ്പോൾ നമുക്ക് എന്തെങ്കിലും ആവശ്യമുള്ള സമയത്ത് ആ ക്വറീനെ കോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ മുകളിൽ പ്രിവിലേജസ് കൊടുക്കാം. അതുപോലെ സീക്വൻസ്, സീക്വൻസ് എന്ന് പറഞ്ഞാൽ 1 by 1 ഇപ്പോൾ ഒരു സീരീസ് ഓഫ് ഓർഡറിൽ പിന്നെ ഡാറ്റേനെയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് സീക്വൻസ് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് അത് പഠിക്കാനുണ്ട്. ഇപ്പം നിങ്ങൾ ഒബ്ജക്റ്റ് നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ആവാം, ടേബിൾ ആവാം, വ്യൂ ആവാം, സ്റ്റോർഡ് പ്രൊസീജിയർ ആവാം, സീക്വൻസ് ആവാം, ഇങ്ങനെ ഏതെങ്കിലും ആവാം. പിന്നെ പറയുന്നത് യൂസർ നെയിം, ആർക്കാണ് കൊടുക്കുന്നത് യൂസർ നെയിം. യൂസർ നെയിം എന്ന് പറഞ്ഞാൽ യൂസർ 1 യൂസർ 2 എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, ഈ ആക്സസ് റൈറ്റ്സ് ആർക്കാണ് കൊടുക്കുന്നതെന്ന് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ പബ്ലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സസ് റൈറ്റ്സ് എല്ലാ യൂസേഴ്സിനും കൊടുക്കുക എന്നുള്ളതാണ് പബ്ലിക് എന്ന് പറയുന്നത്. പിന്നെ റോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് പ്രിവിലേജ് ഗ്രൂപ്പ്ഡ് ടുഗെദർ, കുറേ പ്രിവിലേജസ് എന്ത് ചെയ്യാം, ടുഗെദർ ആയിട്ട് ഗ്രൂപ്പ് ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഗ്രാൻഡ് സെലക്ട്, സെലക്ട് ചെയ്യാനുള്ള പ്രിവിലേജ് ആർക്ക് കൊടുക്കുക, ഏതിൻ്റെ മുകളിൽ, എംപ്ലോയി എന്ന് പറയുന്ന ടേബിളിൻ്റെ മുകളിൽ സെലക്ട് ചെയ്യാനുള്ള പ്രിവിലേജ് ആർക്ക് കൊടുക്കുന്നു, യൂസർ 1 കൊടുക്കുന്നു. അപ്പോൾ ഇതെന്താ ചെയ്യാന്ന് വെച്ചാൽ ദിസ് കമാൻഡ് ഗ്രാൻഡ് സെലക്ട് പെർമിഷൻ ഓൺ എംപ്ലോയി ടേബിൾ ടു യൂസർ 1. അപ്പോൾ യൂസർ 1 എംപ്ലോയി ടേബിളിലെ സെലക്ട് എന്നുള്ള
റോള് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രിവിലേജ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇനി ഗ്രാൻഡിന്റെ നേരെ ഓപ്പോസിറ്റ് സാധനമാണ് റിവോക്ക്. റിവോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുത്ത പ്രിവിലേജിനെ തിരിച്ചെടുക്കുക എന്നാണ് മീൻ ചെയ്യുന്നത്. അപ്പോൾ റിവോക്ക് കമാൻഡ് റിമൂവ്സ് യൂസർ ആക്സസ് റൈറ്റ്സ് ടു പ്രിവിലേജ് ആക്സസ് റൈറ്റ്സ് ഓർ പ്രിവിലേജസ് ടു ദ ഡാറ്റാബേസ് ഒബ്ജക്റ്റ്. നമ്മൾ നേരത്തെ കൊടുത്തതിന് എന്ത് ചെയ്യുന്നു? റിവോക്ക് ചെയ്യുന്നു, റിമൂവ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ സിൻടാക്സ് നോക്കുക. റിവോക്ക് പ്രിവിലേജ് നെയിം, എന്ത് പ്രിവിലേജ് ആണ് കൊടുത്തത്? നമ്മൾ നേരത്തെ സെലക്ട് എന്ന് പറയുന്ന പ്രിവിലേജ് ആണ് കൊടുത്തത്. ഓൺ ഒബ്ജക്റ്റ് നെയിം, ഏത് ടേബിളാണ്? ഇപ്പോൾ എംപ്ലോയി ടേബിളിനാണ് നമ്മൾ കൊടുത്തത്. ഫ്രം യൂസർ നെയിം, യൂസർ ഏതാ? യൂസർ 1-നാണ് കൊടുത്തത്. അപ്പോൾ എക്സാമ്പിൾ നോക്കുക. റിവോക്ക് സെലക്ട് ഓൺ എംപ്ലോയി ഫ്രം യൂസർ 1. ഇത്ര പോരേ ഉള്ളൂ, ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ആണ്. അപ്പോൾ എന്താ ചെയ്യുക? ദിസ് കമാൻഡ് വിൽ റിവോക്ക് എ സെലക്ട് പ്രിവിലേജ് ഓൺ എംപ്ലോയി ടേബിൾ ഫ്രം യൂസർ 1. അപ്പോൾ എംപ്ലോയി ടേബിളിൻ്റെ അകത്തെ യൂസർ 1-ൻ്റെ അകത്ത് നിന്ന് എന്ത് ചെയ്യാം? സെലക്ട് ചെയ്യാനുള്ള പ്രിവിലേജ് അങ്ങ് കട്ട് ചെയ്ത് കളയും. പിന്നെ when you revoke select privilege on table from user, the user will not be able to select data from the table anymore. നമ്മളൊരു പ്രിവിലേജ് റിവോക്ക് ചെയ്തിട്ട്, സെലക്ട് പ്രിവിലേജ് റിവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ യൂസർക്ക് പിന്നെ ഒരിക്കലും അതിൻ്റെ അകത്ത് ഡാറ്റാസ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല. ഓക്കെ അല്ലേ? ഇനി പറയുന്നതാണ് ട്രാൻസാക്ഷൻ കൺട്രോൾ ലാംഗ്വേജ്, TCL. TCL എന്ന് പറഞ്ഞാൽ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീരീസ് ഓഫ് ആക്ഷൻ. ഇപ്പം നമ്മളൊരു ഡാറ്റാബേസിൽ ചെയ്യുന്ന ഒരു സീരീസ് ഓഫ് ആക്ഷനെയാണ് നമ്മൾ പറയുന്നത് എന്ത്? ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ DML ക്വറീസിൻ്റെ കോമ്പിനേഷൻ ആയിരിക്കും. ഇപ്പം നമ്മൾ ഫസ്റ്റ് നമ്മളെ ബാലൻസ് എൻക്വയറി ചെയ്യുന്നു. എൻക്വയറി ചെയ്യുമ്പോൾ ഒരു 5,000 എബോണ്ട് നമ്മളെ ബാലൻസ് കണ്ടുപിടിക്കുന്നു. ഇനി 5,000 അകത്ത് നമ്മളൊരു 4,000 ഇന്നയാൾക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, ഒരു 500 വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ വീണ്ടും ബാലൻസ് എൻക്വയറി നടത്തുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും ചെയ്തു? 4 ആക്ഷൻസ് പെർഫോം ചെയ്തു. ആദ്യം ബാലൻസ് എൻക്വയറി, ദെൻ ട്രാൻസാക്ഷൻ, അഗെയിൻ ബാലൻസ് എൻക്വയറി. അപ്പോൾ ഒരു സീരീസ് ഓഫ് ആക്ഷൻസ് ആയി. അപ്പോൾ സീരീസ് ഓഫ് ആക്ഷൻസിനെ ഇങ്ങനെ ഒന്നിച്ച് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസ് ആണ് കമ്മിറ്റ്, അതുപോലെ തന്നെ റോൾ ബാക്ക് എന്ന് പറയുന്നത്. കമ്മിറ്റും റോൾ ബാക്ക് രണ്ടെണ്ണം. കമ്മിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രാൻസാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് പെർമനൻ്റ് ആയിട്ട് നിങ്ങളുടെ ഡാറ്റാബേസിലേക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ കമ്മിറ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം. ഇപ്പോൾ സപ്പോസ് നമ്മളൊരു സാധനം ഇൻസേർട്ട് ചെയ്തിട്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കമ്മിറ്റ് കൊടുത്താൽ മാത്രമേ ആ ഡാറ്റ അതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് സേവ് ചെയ്ത് നിൽക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും ഒരു റോൾ ബാക്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഇപ്പോൾ ഇൻസേർട്ട് ചെയ്ത വാല്യൂവിനെ അവരങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയും. മനസ്സിലായോ? അപ്പോൾ കമ്മിറ്റ് കൊടുത്താൽ മാത്രമേ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ അവിടെ സേവ് ചെയ്ത് വെക്കുള്ളൂ. ഓക്കെ, നമ്മൾ ചില കേസിൽ നമ്മൾ ഫോമെല്ലാം ലാസ്റ്റ് സബ്മിറ്റിന് അടിക്കുന്നതിന് മുമ്പ് ബാക്കെല്ലാം അടിച്ചു പോയി കഴിഞ്ഞാൽ അടിച്ച ഡാറ്റയെല്ലാം പോയി പോകുന്നില്ലേ? അതുപോലത്തെ ഒരു പരിപാടിയാണ്. അപ്പോൾ കമ്മിറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ, സബ്മിറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെ സേവ് ആയിട്ടുണ്ടാവും. സബ്മിറ്റ് അടിക്കുന്നതിന് മുമ്പ് ബാക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് റൈസ് ആയി പോയിട്ടുണ്ടാവും. അതന്നെ കേട്ടോ. അപ്പം DML കമാൻഡ്സ് നിങ്ങൾ ഈ DML കമാൻഡ്സ് വെച്ചിട്ടാണ് എന്ത് ചെയ്യാം? ഓരോന്ന് ഇൻസേർട്ട് ചെയ്യാം. ഇപ്പം ഇൻസേർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റും. എന്നിട്ട് ഇതെല്ലാം ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം? കമ്മിറ്റ് സ്റ്റേറ്റ്മെന്റ് അടിക്കണം. എന്നാൽ മാത്രമേ ഈ ചെയ്ത കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് വിസിബിൾ ആയിട്ട് എപ്പോഴും ഉണ്ടാവുമല്ലോ. ഓക്കെ, ഇപ്പോൾ കമ്മിറ്റ് സ്റ്റേറ്റ്മെന്റ് അടിക്കാൻ വേണ്ടി ഇപ്പോൾ കൂടുതലായിട്ട് സിൻടാക്സ് ഒന്നുമില്ല, ജസ്റ്റ് കമ്മിറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്തായി? കമ്മിറ്റ് സ്റ്റേറ്റ്മെന്റ് ആയി. നെക്സ്റ്റ് വരുന്നത് റോൾ ബാക്ക് കമാൻഡ് ആണ്. റോൾ ബാക്ക് കമാൻഡ് യൂസ് ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പം എന്തെങ്കിലും എററൊക്കെ വന്നു കഴിഞ്ഞാൽ റോൾ ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുൻപേ ഏതാണോ സേഫ് സ്റ്റേറ്റ് ആയിട്ട് ഉണ്ടായിരുന്നത് ആ സ്റ്റേറ്റിലേക്ക് നമ്മളെ ട്രാൻസാക്ഷൻ പോകും. അതിന് വേണ്ടിയിട്ടാണ് റോൾ ബാക്ക് എന്ന് പറയുന്ന സാധനം യൂസ് ചെയ്യുന്നത്. അപ്പോൾ റോൾ ബാക്ക് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ സേഫ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടാവും. സേഫ് പോയിന്റ് ആയിട്ട് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. കമ്മിറ്റ് സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞിട്ടാവും നമുക്ക് സേവ് പോയിന്റ് എന്നിട്ട് സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ സേവ് പോയിന്റിലേക്കാണ് പോവുക, അല്ലെങ്കിൽ ലാസ്റ്റ് കമ്മിറ്റ് സ്റ്റേറ്റ്മെന്റിലേക്കാണ് പോവുക. ഓക്കെ, അപ്പോൾ അതിന്റെ സിൻടാക്സ് നോക്കിയോ നിങ്ങൾ? റോൾ ബാക്ക് ടു സേവ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സേവ് പോയിന്റിലേക്കാണ് പോവുക. ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതൊരു എക്സാമ്പിൾ ആണ്. ഇൻസേർട്ട് ഇൻ ടു ക്ലാസ് വാല്യൂസ് 5 രാഹുൽ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ക്ലാസ് എന്ന് പറയുന്ന ടേബിളിലേക്ക് 5 രാഹുൽ എന്ന് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? കമ്മിറ്റ് കൊടുത്തു. എന്നിട്ട് ഇവിടെ നോക്കുക, അതിനെ അപ്ഡേറ്റ് ചെയ്തു, വീണ്ടും ഒരു വാല്യൂം കൂടി ഇൻസേർട്ട് ചെയ്തു. അവിടെയൊക്കെ നമ്മൾ സേവ് പോയിന്റ് A, സേവ് പോയിന്റ് B എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഇൻസേർട്ട് ഇൻ ടു ക്ലാസ് വാല്യൂസ് സേവ് പോയിന്റ് C കൊടുക്കുന്നു, B. എന്നിട്ട് എന്ത് ചെയ്യും നോക്കുക? റോൾ ബാക്ക് B എന്ന് പറയുന്നു. അപ്പോൾ റോൾ ബാക്ക് B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇവിടെ നിങ്ങൾ എന്ത് കൊടുത്തിട്ടില്ല, കമ്മിറ്റ് കൊടുത്തിട്ടില്ല. അപ്പൊ റോൾ ബാക്ക് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ടേക്ക് പോകും. കമ്മിറ്റ് കൊടുത്തിരുന്നെങ്കിൽ